നിലമ്പൂർ കോൺഗ്രസ്സിൽ പൊരിഞ്ഞ പോരാട്ടമാണ് ആര്യാടൻ ഷൗക്കത്തും വി എസ് ജോയും തമ്മിൽ. രണ്ടുപേരും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഗ്രാസ് റൂട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തകരെ ഏകദേശം സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ പി വി അൻവറിൻ്റെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വി എസ് ജോയ്ക്കാണ്. പി വി അൻവറെ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് കോൺഗ്രസ് കാര്യങ്ങൾ പി വി അൻവറെ നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. വി പി അനിൽകുമാറിനാണ് ചാർജ്. അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയാൽ താങ്കൾ സഹായിക്കണമെന്ന് പി വി അൻവറോട് പറഞ്ഞിരുന്നു. പക്ഷേ പി വി അൻവർ യാതൊരു താല്പര്യമില്ല. ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ് പി വി അൻവർ. പി വി അൻവർ വളരെ ശക്തമായി വി എസ് ജോയി മത്സരിക്കണം എന്നുള്ള സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. വി എസ് ജോയ്ക്ക് പകരം ആര്യാടനെ നിർത്തിയാൽ പി വി അൻവറിൻ്റെ സപ്പോർട്ട് കിട്ടില്ല എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. പി വി അൻവർ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി വി എസ് ജോയിയാണ്, ആര്യാടനല്ല. അപ്പോൾ കോൺഗ്രസിനാകട്ടെ ആര്യാടൻ ഷൗക്കത്തിനെ പിണക്കിക്കൊണ്ട് ഒരു നീക്കത്തിന് സാധിക്കില്ല. കാരണം ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ടും എ പി അനിൽകുമാർ ചർച്ച നടത്തിയിട്ടുണ്ട്. ആര്യാടൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ആര്യാടൻ ഷൗക്കത്ത് തനിക്ക് മത്സരിക്കാൻ ഈ മണ്ഡലം വിട്ടുതരണമെന്ന് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ തീരുമാനം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള കോൺഗ്രസ്സിൽ വലിയ പ്രശ്നമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കുകയാണെങ്കിൽ അത് എൽ ഡി എഫിന് വലിയ എഡ്ജ് ഉണ്ടാക്കും. ഇപ്പോൾ ലോക്സഭയിൽ നല്ല എഡ്ജിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. നമുക്കറിയാം, പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ പലതിലും കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുന്നു, നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ആര് ജയിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2026 ഭരണം തീരുമാനിക്കാൻ സാധ്യതയുള്ളൊരു ഘടകം കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കോൺഗ്രസ്സിന് 4 സീറ്റുകളിൽ കോൺഗ്രസ്സിന് വലിയ മത്സരം ഉണ്ടാവുകയും കൂന്നിയടക്കം വെട്ടിയൂർക്കാവടക്കം എൽ ഡി എഫ് പിടിച്ചെടുക്കുകയും ചെയ്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയാണ് വിഷയമായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എൽ ഡി എഫിന് വലിയ എഡ്ജ് നൽകുകയും ചെയ്തിരുന്നു. അതായത് ആരൂര് ചെറിയ വോട്ടിനാണെങ്കിൽ കൂടി ജയിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും എറണാകുളത്തൊക്കെ ടൈറ്റ് മത്സരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എൽ ഡി എഫിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എൽ ഡി എഫിന് വലിയ അനുകൂലമായ ഒരു ഘടകമായി മാറിയിരുന്നു ആ ഉപതെരഞ്ഞെടുപ്പ്. അതുപോലെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെയും കാണേണ്ടത് എന്ന കാര്യം നമ്മൾ വളരെ ശക്തമായിട്ടൊന്ന് ആലോചിക്കുക. അപ്പോൾ കോൺഗ്രസ് വളരെ ഭയക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു തോൽവി ഉണ്ടായാൽ, എൽ ഡി എഫ് നല്ലൊരു സ്വതന്ത്ര നിർത്തി ജയിപ്പിച്ചാൽ അത് വലിയ രീതിയിൽ യു ഡി എഫിന് ദോഷം ചെയ്യുമെന്ന് പറയാം. അത് ലീഗിനും അറിയാം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഉഭയകക്ഷി ചർച്ചകൾ. ലീഗിൻ്റെ ശേഷം ലീഗും ആര്യാടൻ ഒരു ഫൈറ്റ് ഉണ്ട്. ആര്യാടൻ ഷൗക്കത്ത്, ആര്യാടൻ മുഹമ്മദ് മുതൽ ലീഗുമായിട്ടും ഫൈറ്റ് ഉണ്ട്. ലീഗിനും വി എസ് ജോയിയോട് തന്നെയാണ് താല്പര്യം. അങ്ങനെ വരുമ്പോൾ വി എസ് ജോയിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുകയാണ് അതായത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വലിയ മുതിർന്ന നേതാക്കൾ മുഴുവൻ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായിട്ടാണ്. കാരണം ആര്യാടൻ ഷൗക്കത്ത് ഒരു ട്രിപ്പിൾ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ അത് യു ഡി എഫിൻ്റെ വിജയ സാധ്യതകളെ വല്ലാതെ കുറയ്ക്കും. അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് എൽ ഡി എഫിൻ്റെ ഭാഗമായി മത്സരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ യു ഡി എഫിൻ്റെ സാധ്യതയെ കുറയ്ക്കും എന്നുള്ളതാണ്. എൽ ഡി എഫ് പ്ലസ് ആര്യാടൻ, പണ്ട് എൽ ഡി എഫ് പ്ലസ് പി വി അൻവർ എന്ന് പറയുന്ന പോലെ അതിനേക്കാൾ അപകടകരമാണ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് എൽ ഡി എഫിന് ഉണ്ടാക്കുന്ന പോസിറ്റീവായൊരു വശം. ഇപ്പോൾ ഭരണം കിട്ടോ ഇല്ലയോ എന്നുള്ളതിന് പകരം ആര്യാടൻ ഷൗക്കത്തിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള കോൺഗ്രസ് നടത്തിയിരുന്നു. പി എൻ കുമാറിനെ മുന്നിൽ നിർത്തി. പക്ഷേ മുതിർന്ന നേതാക്കൾ മുഴുവൻ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചുകൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിന് പിടി ഇവിടെ എല്ലായിടാണ്, കേന്ദ്രത്തിലാണ് പിടി എന്ന് പറയുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് വലിയ പിടിയുണ്ട് കോൺഗ്രസിൽ. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പിച്ചു. അദ്ദേഹം പാരലായിട്ടുള്ളൊരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൽ ഈ പ്രശ്നം എങ്ങനെയായിരിക്കും? ഉപതെരഞ്ഞെടുപ്പ് ഡേറ്റ് തീരുമാനിച്ചാൽ, സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ കോൺഗ്രസിൽ അടിപൊട്ടുമെന്ന കാര്യം സംശയമില്ല. എൽ ഡി എഫ് അതിൽ നിന്ന് കിട്ടുന്ന കാര്യം, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്ഥാനാർത്ഥി സാധ്യതകളെയാണ് എൽ ഡി എഫ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ കഴിഞ്ഞതിൽ നോക്കി വെച്ചിട്ടുണ്ടെന്നല്ലാതെ മത്സരിപ്പിക്കാൻ സാധ്യതയില്ല. എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അവർ കോൺഗ്രസിന് അടിയുണ്ടാവുകയും ആരെങ്കിലും പുറത്തു വരികയും ചെയ്യുകയോ അതിൻ്റെ ഒരു പോസിറ്റീവ് എഡ്ജ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എൽ ഡി എഫ് ചിന്തിക്കുന്നു. പല രീതിയിലുള്ള ചിന്തകൾ എൽ ഡി എഫിലും യു ഡി എഫിലും നടക്കുകയാണ്. നിലമ്പൂരിൽ ഏതായാലും കോൺഗ്രസിൽ വലിയ കാര്യങ്ങളല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് തമ്മിലുള്ള അടിപിടിലകളോ കൊണ്ട്, പരസ്പരം അടിപിടിലകളോ കൊണ്ട് തോൽക്കുകയാണ് ചെയ്യുക. കേരളത്തിലുടനീളം കണ്ട കാഴ്ച ഇതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല സീറ്റുകളിലും കോൺഗ്രസിന് ജയിച്ചു കയറാവുന്ന സീറ്റുകളിൽ പരസ്പരം കാലുവാരി തോൽപ്പിക്കുന്ന രീതിയിൽ കോൺഗ്രസ് മാറുകയും അതിലൂടെ എൽ ഡി എഫ് കയറി വരികയും പിന്നെ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, ദുരന്തമായ അവസ്ഥയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ഭരണം എന്നുള്ളതിനപ്പുറത്തേക്ക് തനിക്ക് മാത്രം ജയിക്കണം, പാർട്ടി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കോൺഗ്രസ് മാറുന്നേയില്ല. വ്യക്തികളിലേക്ക് കോൺഗ്രസ് ഒതുക്കണം. അത് സ്വാഭാവികമാണ് കേട്ടോ. 10-15 പ്രാവശ്യം മത്സരിക്കുന്ന ആൾക്കാർ, 8-7 പ്രാവശ്യം ജയിച്ച് മത്സരിക്കുന്ന, ലോക്സഭയിലേക്ക് മത്സരിക്കുന്നവർ, അവരെല്ലാം അവനവനിസത്തിലാണ് നിൽക്കുന്നത്. അവനവന് വേണ്ടി മാത്രമാണ് അത് കാണുന്നത്.
പാർട്ടി ജയിപ്പിക്കാനോ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കാനോ തയ്യാറല്ല എന്നത് നമ്മൾ വളരെ പരിതാപകരമാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നേതാക്കൾക്കാണ് പ്രാധാന്യം, പാർട്ടിക്കല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം നേതാക്കൾ അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മത്സരിക്കുകയും അവർ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. അതായത് താനല്ല സ്ഥാനാർത്ഥിയെങ്കിൽ കോൺഗ്രസിലൂടെ ജയിക്കേണ്ട എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് കോൺഗ്രസിലെ പല നേതാക്കളും മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആലോചിക്കാം, തോറ്റ സ്ഥാനാർത്ഥികൾ തിരിച്ച് രണ്ടാമത് മത്സരിപ്പിക്കുന്നു, അവരെ തന്നെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നു, പല വലിയ കോട്ടകളിലും അവർ തന്നെ മത്സരിച്ചുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അതിൽ വലിയ കോൺഗ്രസ് എന്ന പാർട്ടി ആ നേതാവിനോടുകൂടി ആ മണ്ഡലം കോൺഗ്രസ് നഷ്ടപ്പെടും. LDF അങ്ങനെയല്ല, അവർ വളരെ ശക്തമായി CPM ഒക്കെ വളരെ ശക്തമായി അവരുടെ സ്ഥാനാർത്ഥികളെ മാറ്റിക്കൊണ്ടിരിക്കാനുള്ള കാരണം അതാണ്. സ്ഥാനാർത്ഥിക്ക് പകരം പാർട്ടി എന്നൊരു ഇമേജ് അവിടെ ഉണ്ടാക്കിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, നിലമ്പൂർ പ്രശ്നം കോൺഗ്രസിൽ സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. ഒരു അടിപിടി സ്ഥാനാർത്ഥി നിർണയത്തോടൊപ്പം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആര്യാടനോ BSJ രണ്ടുപേരും, ആര്യാടൻ ഷൗക്കത്തും BSJയും അവരവരുടേതായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവരവരുടേതായിട്ടുള്ള പ്രചരണങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ മുന്നോട്ട് പോയാൽ പിന്നെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. ഒരു നേതാക്കൾക്കും ഇവരെ അനുനയിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. BSJ കുറച്ചും കൂടി എങ്ങല്ലേ, അദ്ദേഹം അവിടെ നിൽക്കട്ടെ, ആര്യാടൻ മത്സരിക്കട്ടെ എന്ന് മുകളിലുള്ള നേതാക്കൾ, UDFിലെ പ്രധാനപ്പെട്ട സീനിയർ നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും PV അൻവർ അതിന് മുതിരുന്നില്ല. PV അൻവറുടെ സപ്പോർട്ട് ആർക്കാണോ അവർക്ക് ഒന്നിച്ച് കോൺഗ്രസിന് പോകാൻ പറ്റും. PV അൻവർ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് നിർത്താൻ സാധിക്കും, അല്ലെങ്കിൽ കോൺഗ്രസിനോട് ജയിക്കാൻ സാധിക്കില്ല. അവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചാൽ അത് മത്സരിക്കില്ല, ആര്യാടനെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ലീഗും ആര്യാടനെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. പഴയ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ വന്നിങ്ങനെ ലൈംലൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് ഉറപ്പാണ് അത് ലീഗ് അണികൾക്കിടയിൽ വലിയ പ്രശ്നമാണ്. BSJയെ ലീഗും PV അൻവറും സപ്പോർട്ട് ചെയ്യും. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആര്യാടൻ ഷൗക്കത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം ആര്യാടൻ റിബൽ സ്ഥാനാർത്ഥിയായിട്ട് വരും, ഒരു LDFന് അനുകൂല സ്ഥാനാർത്ഥിയായിട്ട് വരും എന്നുള്ള പേടിയുണ്ട്. ആര്യാടൻ പറഞ്ഞിട്ടുണ്ട് താൻ ഒരിക്കലും നിലമ്പൂർ വിട്ടുകളെ തയ്യാറല്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കുമാറിനോടും മറ്റ് നേതാക്കളോടും തന്നെ അനുനയിപ്പിക്കാൻ നേതാക്കളോടും മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതാണ്. VV പ്രകാശ് 2007 തോക്കാൻ കാരണം ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ അടുത്തുള്ള ആൾക്കാർ വലിയ രീതിയിൽ പ്രവർത്തിക്കാത്തതാണ്. പ്രവർത്തിച്ചതും കഴിഞ്ഞവണ PV അൻവർ തോറ്റായിരുന്നു. അത് ആര്യാടൻ ഷൗക്കത്തിൽ നിന്ന് മാറ്റിയതിലുള്ള പ്രതിഷേധം കൂടി. അപ്പോൾ ആ രീതിയിലൊക്കെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സീറ്റിൻ്റെ അവസ്ഥ വളരെ ആര്യാടൻ അറിയാം, ഈ സീറ്റ് തനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ തനിക്ക് കോൺഗ്രസിൽ ഭാവിയില്ല, MLA അല്ലെങ്കിൽ കോൺഗ്രസിൽ ഭാവിയില്ല എന്നുള്ള കാര്യം ആർക്കറിയാം? ആര്യാടൻ ഷൗക്കത്ത് നന്നായിട്ട് അറിയാം. അപ്പോൾ താൻ ഈ നിലമ്പൂർ മണ്ഡലം ഇത്തവണ വിട്ട് കളഞ്ഞാൽ ഒന്നുകിൽ ചെയ്യേണ്ട കാര്യം BSJയെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ LDFിൻ്റെ ഭാഗമായി പ്രവർത്തിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ആര്യാടൻ ഷൗക്കത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കണം. അദ്ദേഹത്തിന് കോൺഗ്രസിനെ അനുകൂലമായി മത്സരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഭാവി അവസാനിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരെല്ലാം ഫ്രസ്ട്രേറ്റഡ് ആണ്. നമ്മൾ മനസ്സിലാക്കുന്ന നിലമ്പൂരിൽ കോൺഗ്രസ് രണ്ടായി നിന്നാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ കോൺഗ്രസും മറ്റു കോൺഗ്രസ് എന്ന രീതിയിൽ തന്നെയുണ്ട്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഇപ്പോൾ ഉള്ള കോൺഗ്രസ് അണികൾ വളരെ രീതിയിൽ അത് വലിയ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യും ആര്യാടൻ സ്ഥാനാർത്ഥി ആയിട്ടില്ലെങ്കിൽ. അതിൻ്റെ അനുരണങ്ങൾ, അതിൻ്റെ പ്രതിഫലനങ്ങൾ കോൺഗ്രസ്സിൽ ഇലക്ഷൻ കാണുകയും ചെയ്യും. അപ്പോൾ കോൺഗ്രസ് വലിയ പേടിയിലാണ് എന്താണ് ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ പോലെ പാലക്കാട് പോലെ അല്ല, അല്ലെങ്കിൽ ചേലക്കര പോലെയോ അല്ല. ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ചേലക്കരയിൽ LDF ജയിച്ചത് 16,000, അതിന് മുമ്പിൽ തെരഞ്ഞെടുപ്പിൽ 16,000 UR പ്രദീപ് ജയിച്ച സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ വലിയ മാറ്റങ്ങളില്ല. പാലക്കാട് സംബന്ധിച്ചിടത്തോളം പാലക്കാട് BJPയുടെ വോട്ട് വലിയ രീതിയിൽ കുറയുകയും LDFിൻ്റെ വോട്ട് പിടിക്കുകയും ചെയ്തു. അപ്പോൾ LDF UDF മത്സരം ഡയറക്റ്റ് നടക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോൾ നിലമ്പൂരാണ്. അതും PV അൻവർ ഫാക്ടർ അവിടെയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കോൺഗ്രസ് ഡീൽ ചെയ്യാൻ പോകുക എന്നുള്ളത് വളരെ കീറാമുട്ടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 പേരേ ഉള്ളൂ. LDFിന് ആരും ഇല്ല എന്ന് പറയാം. കോൺഗ്രസിന് ഇപ്പോൾ 2 പേരേ ഉള്ളൂ. പക്ഷേ 2 പേര് തമ്മിലുള്ള മത്സരം വളരെ ടൈറ്റ് ഫൈറ്റാണ്. ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ഏതായാലും നിലമ്പൂരടിക്കായിട്ട് കാത്തിരിക്കാം. പരസ്പരമുള്ള പോരാട്ടം നിലമ്പൂരിൽ കാണാൻ സാധിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി എന്തൊക്കെ പൊട്ടിത്തെറി ഉണ്ടാവും നമുക്ക് കാത്തിരുന്ന് കാണാം.